ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ യേശു ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്. എന്നിട്ട് പറയണം, ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഊവെന്ന് പറഞ്ഞാൽ ഊവ് എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങളിൽ ദീർഘക്ഷമയ്ക്കായിട്ടുള്ള ഒരു പ്രബോധനമാണ്. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ, നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. മഴ എന്നുള്ളത് ഈ ഭാഗത്ത് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? പിന്മഴ. അത് പെന്തിക്കോസ് നാളിൽ പെയ്ത മഴയെക്കുറിച്ചാണ്. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത കാര്യത്തെക്കുറിച്ചാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ൽ പറയുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ആ നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അപ്പം ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈ ഭൂമിയിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠകരമായ ജീവിതം നയിക്കാൻ കഴിയും. എന്നിട്ട് പറയണം, നിങ്ങൾ ദീർഘക്ഷമയോടെ അതിന് വേണ്ടിയിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കണം. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപമായി സമീപിച്ചിരിക്കുന്നു.
സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുത്തന് നേരെ ഒരുത്തൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനുമല്ലോ. എന്നിട്ട് പറയണം, വിശേഷന്മാർ സ്വർഗത്തെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചോ മറ്റ് യാതൊന്നിനെ ചൊല്ലിയോ നാം സത്യം ചെയ്യരുത്. എന്താണ് നാം പറയുന്ന വാക്ക് ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ പറയുന്നതിൽ ആ ഗൗരവത്തോടെ ആയിരിക്കണം ദൈവമക്കൾ സംസാരിക്കേണ്ടത്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്ന അശേഷം സത്യം ചെയ്യരുത്, ഒരു ശകലം പോലും സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്. എന്താണ് സ്വർഗത്തെ കൊണ്ട് സത്യം ചെയ്യരുതെന്ന് പറയുന്നത്? അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് സ്വർഗം. ഭൂമിയെ കൊണ്ട് അരുത്, അതെന്താണ്? അത് ദൈവത്തിൻ്റെ പാദപീഠമാണ്. യെരുശലേമിനെ കൊണ്ടരുത്, അത് രാജാവിൻ്റെ നഗരമാണ്. നിന്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. എന്നിട്ട് പറയണം, നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരും. അതുകൊണ്ട് ദൈവമക്കൾ സത്യം ചെയ്യരുത്. ഒന്നിനെക്കുറിച്ചും പറയുന്ന കാര്യം സത്യമായി പറയുക. ഉവെന്നും പറഞ്ഞാൽ ഉവെന്നും പറയിരിക്കുക, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനെ ആയിത്തീരട്ടെ. അല്ല, ഞാനിത് പറയുന്ന സത്യമാണ്, ഈ സ്വർഗത്തെക്കുറിച്ച് അങ്ങനെ സത്യം ചെയ്യരുത്. ദൈവമക്കളത് ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ വാക്കുകൾ കനത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമായിത്തീരട്ടെ. സ്വർഗത്തെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചോ യാതൊന്നിനെക്കുറിച്ചോ, സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠമാകയാൽ അതൊന്നും വെച്ച് സത്യം ചെയ്യാൻ ഇടയാവാതെ പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ യേശു ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും.